വെൽക്കം ബാക്ക് മാസ്റ്റർ പീസ്. നമ്മള് യു എയിലുള്ളത്. അപ്പോ ആദിലെ പോലെ ഒരാളിന്റെ കൂടെ ഉണ്ട് അല്ലേ? ആദിലെവിടെ പോയി എന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സംഭവം ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട്. നമ്മൾ യു എയിൽ വന്നിട്ട് ഇപ്പൊ 2 മാസമായി. ഞാനിവിടെ വിസ എടുത്തിട്ടുണ്ട്. ഇനി യു എ കാഴ്ചകൾ ഇവിടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ആദില് നാട്ടിലേക്ക് തിരിച്ചു പോയിരിക്കണം. വിസിറ്റ് വിസ കഴിഞ്ഞ സമയത്ത് നാട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പൊ നാട്ടിലെ വീഡിയോസ് ഒക്കെ ആദിൽ ചെയ്യും. ഇത് ആദിലെ പോലെ ഉണ്ടെന്ന് പറയാൻ ആദിലെ അനിയനാണ് അഷ്കർ അല്ലെ. അപ്പോ അവനിവിടെ വർക്ക് ചെയ്യാണ്. അപ്പൊ നമ്മള് പിന്നെ യു എയിൽ സ്ഥിരമായിട്ടല്ല, ഇടയ്ക്ക് നാട്ടിലേക്ക് പോകും. അപ്പോൾ 2 രാജ്യങ്ങൾ, നമ്മളെ ഇന്ത്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ കൂടുതലുള്ളത് യു എ ആണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ യു എയിലെ കുറേ കാഴ്ചകളും ഇവിടുത്തെ കുറേ ബ്ലോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന കാഴ്ചകളൊന്നും അല്ല വരിക. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് എങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ദേറ ഭാഗത്തേക്കാണ്. അവിടെ കുറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാണ്ട്. അപ്പോൾ ഇന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. നമുക്ക് നേരെ യു എയുടെ ഷാർജയിൽ നിന്നും യു എയിൽ പോയിട്ട് ദുബായിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മളേ ക്ലോക്ക് ടവറിന്റെ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ബനിയാസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബനിയാസ് സ്ക്വയറിലുള്ള എത്തിയിരിക്കുകയാണ്. ഇതാണ് മെട്രോ സ്റ്റേഷൻ കേട്ടോ. ഫുൾ അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. ശരിക്കും ഇതിനൊരു കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പോകാൻ പറ്റുള്ളൂ. നമ്മളെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മൾ ടാക്സിയിൽ ഇവിടെ എത്തി. അതിന് ശേഷം ഇവിടുത്തെ കുറച്ച് ഇലക്ട്രോണിക്സ് കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ. കുറേ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. കുറേ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ചീപ്പ് റേറ്റിൽ കുറേ സാധനങ്ങളൊക്കെ കിട്ടും അല്ലേ. അപ്പോൾ വേറെ കുറച്ച് കാഴ്ചകൾ, കുറേ ഷോപ്പുകൾ അടഞ്ഞു കിടക്കുകയാണ് ഇതേപോലെ. നോക്കി ഇന്ന് കുറേ അവധി അല്ലേ. ഇതുണ്ടോ ഷട്ടറൊക്കെ അതേപോലെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നുണ്ട്. ഇതേപോലുള്ള പല ടൈപ്പ് മെഷീനറീസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഷോപ്പ് തുറക്കാത്തതുകൊണ്ട് നമുക്ക് കാണിക്കാൻ വയ്യ. അപ്പോൾ ദേറയുടെ ബനിയാസ് മേഖലയിലാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാളി ഗൈസ്, ഇന്ന് ഫുൾ അവധിയാണ്. നമ്മൾ പറഞ്ഞാൽ മതി, നമ്മൾക്ക് അത് അറിയാതെ വന്നതാണ്. ഇലക്ട്രോണിക്സ് ഫുള്ള് അവധി. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ദിവസം വന്നിട്ട് നിങ്ങൾ ദേറ മാർക്കറ്റ് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഇപ്പോൾ ഉണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ റെസ്റ്റിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ദേറയിൽ ഇവിടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. കഴിഞ്ഞ 2020 നമ്മൾ പോയതാണ് അല്ലേ. ഒരു ദിറംസ് കൊടുത്ത് നമുക്ക് ബോട്ടിൽ അക്കരക്ക് കിടക്കാം. ഒരു അടിപൊളി കാഴ്ചയായിരിക്കും. അപ്പോൾ അങ്ങോട്ട് പോകാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടുന്ന് 5 മിനിറ്റ് നടക്കാൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഇലക്ട്രോണിക്സ് മാർക്കറ്റ് അല്ലാത്തുള്ളൂ. പക്ഷേ ഇവിടെ മെയിൻ റോഡിലുള്ളതൊക്കെ തുറന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. നല്ല തിരക്കൊക്കെ പാക്കിയ കരട്ട് നോക്കി. ഒരൊറ്റ വണ്ടി ആ ലൈനിൽ നിന്ന് തെറ്റി വരില്ല, ആ ഗ്രീൻ കത്തിയ കാരണത്താൽ. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട. നമുക്ക് ഗ്രീൻ കത്തിയോ നമുക്ക് നടന്നു പോകാം. പിന്നെ അതേപോലെ ഓഫർ പ്രൈസിൽ 1 to 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിഫ്റ്റ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഓഫറില്ല കുറേ ഷോപ്പുകളുണ്ടാവും കേട്ടോ. അതിൽ കയറി കഴിഞ്ഞാൽ 1 മുതൽ 5 ദിറംസ് വരെ. 5 ദിറംസ് പറഞ്ഞാൽ വെറും 100 രൂപ. അപ്പം 20 മുതൽ 100 വരെയുള്ള പൈസക്കുള്ള സാധനങ്ങൾ കിട്ടുന്നതാണ്. ഇവിടെ ഗിഫ്റ്റ് ഗാർഡൻ വേറെ 1 to 5. ഇവിടെ 1 to 5 ഗിഫ്റ്റ് ലാൻഡ് സെൻറ്റർ. അങ്ങനെ കുറേ സംഭവങ്ങൾ, കുറേ മാർക്കറ്റുകളാണ് കാര്യമായിട്ട് കേട്ടോ. പക്ഷെ എന്നാലും കുറേ ഓപ്പൺ അല്ലെന്ന്. എന്തായാലും നമുക്ക് ഇങ്ങനെ പോയി നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇന്ന് ദേറ മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കയ്യിൽ നിന്നൊക്കെ കാണിച്ചു തരും കേട്ടോ. ഇവിടെ ഉണ്ടോ, ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകാൻ റോഡ് വലങ്കൂരിയല്ല വേണ്ടത്. അപ്പുറത്തുണ്ട് സീബ്ര ലൈന്. പക്ഷെ ഇവിടുന്ന് പോകുന്നത് അണ്ടർഗ്രൗണ്ടാണ്. നേരെ ഇതിലാണ്ട് താഴെ പോയിട്ട് അപ്പുറത്ത് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ബോട്ടിംഗ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുണ്ടോ ഇഷ്ടം പോലെ ആൾക്കാർ ഇതേപോലെ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തേക്ക് പോകാൻ 1 ദിറംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവരാണെന്നാണ് ഇങ്ങോട്ട് പറയാം കേട്ടോ. അപ്പോൾ അതേപോലെ ബോട്ട് വരുന്നു, നമുക്ക് കയറി പോലെ റെഡി. ഇതാ എല്ലാവരും അടിച്ചു പൊളിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ബോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഒരു ബോട്ട് കാഴ്ച. ഓക്കെ, ഞാൻ ഇവിടുത്തെ 5 ദിറംസ് കേട്ടോ. 5 ദിറംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-120 റുപ്യ, 110 റുപ്യ അല്ലേ, 115 റുപ്യ. ഓക്കെ, യു ഐൻ്റെ ഫ്ലാഗ് ഉണ്ടാവും എല്ലായിടത്തും. യു ഐൻ്റെ ഫ്ലാഗ്. ഓക്കെ, ആരെന്നാലും ഇവിടെ ഒന്ന് കയറണം അല്ലേ. ഓക്കെ, വരണം. ആ ബോട്ടിൽ പോകണമൊക്കെ ആൾക്കാർ ആളിതെന്താ കുത്തിക്കാനായിട്ട് നിൽക്കുക. ടച്ചോന അതിൻ്റെ സൈഡൊക്കെ പൊളിന് നിങ്ങൾ കുത്തിച്ചൂലേ നമ്മളെ ബോട്ടിനെ. ഈ ഒരു ഭാഗം അപാര കാഴ്ച കേട്ടോ. നിങ്ങൾ അപ്പുറത്ത് ബോട്ട് ചൂടായി വരുന്നുണ്ട്. ടച്ചോനെ ഇടിപ്പിച്ചാലും മനസ്സിലാ. ഇത് അല്ലെങ്കിൽ തന്നെ വെജാ തട്ടിയത് തന്നെയാണ്. ഒക്കെ ബംഗ്ലാദേശി ആൾക്കാരല്ലേ കണ്ടിട്ട്. ഒക്കെ ബംഗ്ലാദേശിലാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ ബോട്ടിൻ്റെ ഡ്രൈവർമാരൊക്കെ.
പ്രശ്നമൊന്നും അറിയില്ല. അപ്പോൾ നമ്മളെ നേരെ അക്കരയിലേക്ക് നമ്മളെ ബോട്ട് നീങ്ങി തുടങ്ങി. അവിടെ അപ്പുറത്തൊരു ബോട്ടിലുള്ള കുറേ ആൾക്കാർ ഒക്കെ ഒരുമിച്ച് 2-3 ബോട്ടൊക്കെ ഒരുമിച്ച് ഇങ്ങനെ വരുമല്ലോ. അത്രയും ആൾക്കാർ, നല്ല തിരക്കാണ്. കുറേ ആൾക്കാർ പല സ്ഥലത്തുനിന്നും വന്നിട്ട് ഇങ്ങനെ ഇവിടെ എല്ലാ ആൾക്കാർക്ക് കറങ്ങാൻ പറ്റിയ, ചെറിയ ചിലവിൽ കറങ്ങാൻ പറ്റിയ ഏരിയയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ പൈസ ചോദിക്കുന്നുണ്ട് ആള്. അപ്പോൾ 5 ദിർഹംസ് കൊടുത്ത് 2 ആള് 3 അല്ലേ. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഇത് എന്നോ കാലം ഇതേ പൈസ കേട്ടോ. ഞാൻ പറയാം 4 വർഷം മുമ്പ് നമ്മൾ വന്ന സമയത്തും ഈ ഒരു ദിർഹംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും ഒരു ദിർഹംസ് തന്നെ കേട്ടോ. മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല സുഖമാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാനായിട്ട്. ഇതേപോലെയുള്ള വലിയ ബോട്ടുകളും പോകുന്നുണ്ടല്ലോ, ഹൗസ് ബോട്ടുകളില്ലേ, ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്തെടുക്കാൻ തോന്നുന്നുണ്ട്. ഓക്കെ, അതതിൻ്റെ ഇടയിൽ കൂടെ വളരെ അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടെ കാണാൻ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അഥവാ എങ്ങാനും ബോട്ട് താന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, നീന്താനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ അക്കരെ, ഇവിടെ അപ്പുറം, നമുക്ക് നീന്തി അപ്പുറത്തേക്ക് എത്താം. 5 മിനിറ്റ് യാത്ര ഉള്ളൂ. നമ്മളത് അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നേരെ ഇവിടുന്ന് അങ്ങനെ അവിടെ നടന്നാൽ ചിലപ്പോൾ പോയി ഇടിക്കൂലേ. പടച്ചോനെ റബ്ബേ. आप किधर है भैया? आप किधर है? पाकिस्तान में. हम इंडिया. इंडिया. ഓക്കെ ഓക്കെ. പാകിസ്ഥാൻകാരനാണ് ആള്. അത് നമ്മളെ ഇവിടെ ഇങ്ങോട്ട് ചവിട്ടി ആ ബോട്ട് ഇവിടെ എത്തി. നേരെ അപ്പുറത്ത് എന്തൊക്കെ കാണാണ്ട് പോയി നോക്കട്ടെ കേട്ടോ. മഴ വരുന്നുണ്ട് അല്ലേ, മഴക്കാറുണ്ടാകാൻ. ഇവിടെ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് കുറേ കച്ചവടങ്ങളുണ്ടോ. അതേപോലെ എന്തൊക്കെ നമ്മളെ പോപ്കോണ് കിട്ടിലും ഫുഡുകൾ ഇവിടെ ഇഷ്ടം പോലെ കിട്ടും. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അടിപൊളി ഒരു ചിത്രം വരയ്ക്കണം. നോക്കി, സൂപ്പർ കേട്ടോ, വെരി ഗുഡ്, നൈസ്. യാ, അത് നോക്കി നിങ്ങൾ ഇവർ വരയ്ക്കണമൊക്കെ കേട്ടോ. എന്തോ ഒരു ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതേപോലെയുള്ള പെയിൻറ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അതാ ഇത് മൂപ്പര് വരച്ചതാണ്. അടിപൊളിയില്ല. നോക്കി നിങ്ങൾ, നമ്മൾ വേണമെങ്കിൽ വരച്ചു തരും കേട്ടോ. ഇതേപോലെ വരച്ചു തരും. അപ്പോൾ സംഭവം പൊളിച്ചു. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് വാങ്ങുന്നുണ്ട്, കുറേ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതേപോലത്തെ കുറേ ചെരുപ്പുകൾ കിട്ടും. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ. ഇതെന്താ സംഭവം? ദുബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കി നല്ല പിക്ചറിലെ അടിപൊളി ക്വാളിറ്റിയിൽ കേട്ടോ. ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള കിഡിലാണ്. കുപ്പിയിലാക്കി വെച്ചിട്ട് ഇതുപോലെ എഴുതി വെച്ചിട്ട് പല കളറിൽ പല ഡിസൈനിൽ ചെയ്തെടുക്കുക കേട്ടോ. നോക്കി നിങ്ങൾ, വെറൈറ്റി സാധനം അല്ലേ. സംഭവം അടിപൊളിയല്ലേ. നല്ലൊരു ആർട്ടിസ്റ്റ് കേട്ടോ, കാരണം കഴിവുണ്ട്. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാൻഡ് വെച്ചിട്ടാണോ അല്ല അതിൻ്റെ ഡിസൈനൊക്കെ, ആ ഒട്ടകം മരുഭൂമിയൊക്കെ ഉണ്ടാക്കിയാണ്. കുപ്പിക്കകത്ത് ഉണ്ടാക്കണതാണ്. അത് ഇങ്ങനെ വിൽക്കാം. കല്യാണത്തിന് ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ അതൊക്കെ കണ്ടോ, ഫുള്ളായിട്ട് അടിപൊളി ഡിസൈനിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ടുള്ള പല സാധനം. ഇതേപോലുള്ള കല്ലുകൾ ഇതൊക്കെ നിങ്ങൾ, ഈ ഒരു ക്രിസ്റ്റൽ കല്ലുകളുണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെന്താണ് ഇതിൻ്റെ യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഭംഗിക്ക് വേണ്ടി ഷോക്കേസിലൊക്കെ വെക്കാണ്ടില്ല. അതുകൊണ്ട് 200-300 ദിർഹംസ് ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതേപോലെ പല ടൈപ്പ് സാധനങ്ങൾ കേട്ടോ. ഇതൊക്കെ നോക്കി, അടിപൊളി സാധനങ്ങളിൽ പൊട്ടാതെ അവിടെ തന്നെ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ തലയിലാവും. അപ്പോൾ ഇതേപോലെയുള്ള കുറേ മാർക്കറ്റുകളാണ്. പോവാ. കുറച്ചൊരു മഴ പെയ്തിരിക്കുകയാണ്. അങ്ങനെ അവസാനം മഴ പെയ്തു. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കച്ചവടങ്ങളാണ്. കുറേ പൂവ്, അതേപോലെ തേങ്ങ, പൂജക്കായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ആ ടെമ്പിൾ ഇവിടെ പോയി എന്നുള്ളത് നമുക്ക് നോക്കാം. മഴ പെയ്ത് എല്ലാവരും ഓടി കാലിയായി. ഇത്രേ ഉള്ളൂ. ഒരു മഴ കൊള്ളാൻ വലിയ ശേഷിയില്ലാത്ത ആൾക്കാർ ഇനിയൊക്കെ ഒക്കെ ഓടിയിട്ടോ. അവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയില്ലേ, ആ പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അപ്പുറത്ത് ഒരു ഹിന്ദു ടെമ്പിൾ. ഇപ്പോൾ ബർദുബായിലുള്ള ടെമ്പിളാണ് ഈ കാണുന്നത്. ഇതിന് നേരെ പുറത്തേക്ക് പള്ളി, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അമ്പലം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഇവിടുന്നോട് കഴിഞ്ഞിട്ട് ആ പള്ളീൻ്റെ ഭാഗമാണ് ഇതിൻ്റെ, അതിൻ്റെ ഫ്രണ്ട് ഭാഗമാട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ ഇനി കൂടുതൽ നിൽക്കുന്നില്ല. വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളും കുടുങ്ങിപ്പോവും. അതുകൊണ്ട് നമ്മൾ പോവാം. കാണുന്നത് ഒരു മ്യൂസിയമാണ് കേട്ടോ. അപ്പുറത്ത് ദുബായ് മ്യൂസിയം ഇതാ ഉണ്ടോ, കറക്റ്റ് അപ്പുറത്ത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ UAE കാഴ്ചകൾ എന്ന് പറയാം. അപ്പോൾ അഷ്കറിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ ഇറങ്ങി. മഴ വരുന്ന കാരണത്താൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്തൊരു നല്ലൊരു കിടിലം കാഴ്ചയായിട്ട് വരാം. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം അല്ലേ, പറ്റല്ലേ? ബൈ.